നമസ്കാരം. മതസൗഹാർദ്ദമായ കേരളത്തിലെ അന്തരീക്ഷത്തിൽ കാക്കയെന്നും പൂച്ചയെന്നും ഒക്കെ വീട്ടമ്മമാരെ കൊണ്ട് പറയിപ്പിച്ചു ശബരിമലയുടെ പേരിൽ ആളുകളെ കയറ്റാതിരിക്കാൻ ശബരിമല നടയിൽ മൂത്രമൊഴിക്കുമെന്ന് വരെ നിങ്ങൾ പറഞ്ഞില്ലേ ബി.ജെ.പിക്കാരെ? ഇതിൽ ചിലരെങ്കിലും മറക്കാത്തതുണ്ടാകാം. കേരളത്തിലെ ജനങ്ങൾക്ക് സംഘപരിവാറിനെ ഭയമാണ്. ഭക്ഷണത്തിന്റെ പേരിൽ വരെ തമ്മിൽ തല്ലിക്കുന്ന നിങ്ങളുടെ കുതന്ത്രങ്ങൾ വായും പൊളിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവരല്ല മലയാളികൾ. അതുകൊണ്ടാണ് മറ്റു പാർട്ടികൾ മൗനാനുവാദം കൊടുത്തിട്ടും ബി.ജെ.പി കേരളത്തിൽ ക്ലച്ച് പിടിക്കാതെ പോയത്. ഇനിയും എന്താണ് അറിയേണ്ടത്? ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ചു, ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാൻ എന്താണ് വേണ്ടതെന്നാണോ? പങ്കെടുക്കണ്ട, മിനിമം ആഘോഷങ്ങൾ അലമ്പാക്കാതിരുന്നാൽ മാത്രം മതി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ വ്യാപകമായി കലാപങ്ങൾ അഴിച്ചുവിടുന്ന സംഘപരിവാരത്തിന്റെ ക്രൈസ്തവ സ്നേഹം പൊള്ളയാണെന്ന് കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. പ്രധാനമന്ത്രി ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിക്കുമ്പോഴാണ് രാജ്യവ്യാപകമായി ക്രിസ്മസ് ആഘോഷങ്ങളിൽ കയറി സംഘപരിവാരം അക്രമം അഴിച്ചുവിടുന്നത്. ഇത്തവണ പാലക്കാടും ആലപ്പുഴയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ 2 പ്രൈമറി സ്കൂളുകളിൽ കുരുന്നുകൾ ക്രിസ്മസിന് വേണ്ടി തയ്യാറാക്കിയ പുൽക്കൂടുകൾ തല്ലി തകർത്ത് പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞ് പേടിപ്പിച്ച സംഭവം കേരളത്തിലുള്ളവർക്ക് തന്നെ നാണക്കേടായി പോയി. പാലക്കാട് തത്തമംഗലം GB UP സ്കൂളിലെ പുൽക്കൂടാണ് സംഘപരിവാർ സംഘങ്ങൾ അടിച്ചു തകർത്തത്. അതിനു മുൻപ് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയും അക്രമമുണ്ടായി. പ്രധാന അധ്യാപികയും അധ്യാപകരും കുട്ടികളും അടങ്ങിയ സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള സംഘപരിവാര ആക്രമണങ്ങൾക്കെതിരെ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലിത്ത യൂഹാനോസ് മിനിത്തിയോസ് രംഗത്ത് വന്നു. ഓരോ കലാപങ്ങളും അക്രമങ്ങളും അരങ്ങേറുമ്പോഴും ഓരോരോ പേരിലാണ് സംഘപരിവാരം പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനെല്ലാം പിന്നിൽ RSS ആണ്. VHP, ഗോരക്ഷകർ, ബജ്രംഗദൾ, ശ്രീരാമസേന തുടങ്ങിയ വിവിധ പേരുകളിലാണ് അവർ അക്രമം അഴിച്ചുവിടുന്നത്. RSSന്റെ വിചാരധാര പ്രഖ്യാപിക്കുന്ന ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിലുള്ള ക്രൈസ്തവ സമൂഹം എന്നും അവരുടെ കണ്ണിലെ കരടാണ് എന്നാണ് ഇതിൽ നിന്നും ക്രൈസ്തവ സമൂഹമെങ്കിലും മനസ്സിലാക്കേണ്ടത്. ഹിന്ദുക്കളുടെ വിചാരം എന്താണ്? നിങ്ങളോട് ബി.ജെ.പിക്ക് അകമഴിഞ്ഞ സ്നേഹമുണ്ടെന്നാണ്? ഒരിക്കലുമല്ല. ഹിന്ദുക്കളോടും സമീപനം ഇത് തന്നെ. പിന്നെ വോട്ട് പിടിക്കാനുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമല്ലേ ഈ നല്ല പിള്ളയുടെ മുഖം മൂടി? ബി.ജെ.പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരായ അക്രമങ്ങളിലെ വർധന പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും. കേരളത്തിലെ സൗഹാർദ്ദവും സമാധാനവും തകർക്കുന്ന സംഘപരിവാര ഭീകരതയ്ക്കെതിരെ ജനാധിപത്യ സമൂഹം ഐക്യപ്പെടേണ്ട സമയം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എങ്കിൽ കേരളം മണിപ്പൂർ പോലെ ഒരിക്കൽ നിന്ന് കത്തുന്നതിനും നമ്മൾ സാക്ഷിയാകേണ്ടി വരും.